നടക്ക്. ദിനേശ, കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഓ വേണ്ട, അമ്മ അവിടെ കാത്തിരിക്കണ്ടാവും. ബാ മോനെ കേറി, കുറച്ച് കഞ്ഞി എടുക്കാം. വേണ്ടമ്മ, പിന്നെ പോവാം. എന്താടാ ഗിരി, നീ എന്നൊന്ന് അങ്ങോട്ട് ആക്കി തരുമോ? ആക്കി തരുമോ? ഇതെന്താണ് എല്ലായിടത്തും ഉണ്ടല്ലോ? എന്നെ വെറുതെ വിടൂലേ? ഒന്ന് പോയി തരൂ. എന്നെ അങ്ങനെ ഒറ്റക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എൻ്റെ പൊന്ന് സഖാവേ, അല്ലെങ്കിൽ തന്നെ എൻ്റെ മൂഡ് തീ പിടിച്ചിരിക്കുക. എനിക്ക് നിങ്ങളെയും കൂടെ സഹിക്കാൻ വയ്യ. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലടോ ഞാനും ഇവിടെ എത്തിയത്. നീ ആ കുന്നരാൻ്റെ അടുത്ത് കുത്തി കളിക്കാണ്ടേ അവളെ ചെന്ന് കാണ്. നേരിട്ട് ചെന്ന് കണ്ടു പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമാണ് ഈ ലോകത്തുള്ളത്?
ഇതാ ആ നാളെ അയച്ചു തന്നെയാ. ആ ഇത് കൊള്ളല്ലേ സാധനം. രേണു അത് എടി എടി നീ ഇങ്ങനെ കരയല്ലേ, ചെല്ല് പോയി സംസാരിക്കേ. ചുമ്മാ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ? എടി ഞാനൊന്ന് ഞാൻ അപ്പുറത്തുണ്ടാവും, ഈ സംസാരിക്കേ. ദിനേശേട്ടാ ആ എന്താ ഇവിടെ? എൻ്റെ കല്യാണോടാ. ആണോ? താങ്ക് യു. എന്നിട്ട് വിളിയൊക്കെ കഴിഞ്ഞാ? ഞാൻ പഠിച്ച കോളേജല്ലേ, അപ്പോൾ കുറച്ച് പേരെ വിളിക്കാനുണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പോൾ ഉഷാറാക്കി. ശരി എന്നാ ശരി. ഓക്കെ. അപ്പൊ മൂപ്പര് രേണുവിനെ വിട്ടാ? എന്നാലും നല്ല തീരുമാനമായി. താങ്ക് യു. എന്നെ പോലത്തെ ഒരു ദുരന്തത്തിന്ന് കരയേറാൻ പറ്റിയല്ലോ. എന്ത് സിനിമ ഡയലോഗാണ് അടിക്കണ? പടം തീരാറായി. നീ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും പറ അല്ലേ? എടോ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ട് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമുള്ളത്? വെറുതെ എന്തിനാ ചൊറിയണ പാവം ജനലിന്? ശരിക്കണം, ഇത് വല്ലതും പറ്റുമോ ജനലിങ്ങനെ? അല്ലേ കല്യാണം കഴിക്കല്ലേ? പുഷ്പം പൂക്കുന്ന രാവിൽ മാറിട്ടും രാസകീരി പെണ്ണുങ്ങൾ മാത്രം തോമസ് കൊടുത്ത് ഒളിഞ്ഞു നോക്കുന്ന എനിക്ക് മോളെ എന്താ മോളെ? അമ്മേ ആടെ ഒരാള് ഗിരിയേട്ടനെ ഓടിച്ചു വിട്ടെ. പാതിരാത്രിക്ക് ഓരോരുത്തന്മാര് വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി. അന്റെ മോനുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലേനും. നിങ്ങളെപ്പോഴും ഇങ്ങനെ ഇടക്ക് മുങ്ങും പിന്നെ പൊങ്ങും. എന്തായാലും നിന്റെ കാര്യമൊക്കെ നടന്നില്ലേ? നിനക്ക് വീടി വേണോ? ഏയ് ഞാൻ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും, അത്രേ ഉള്ളൂ. ഈ ബീഡിയിലേക്കുള്ളിലൂടെ വരുന്ന പുക ചുണ്ടിലെത്തുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സുഖം ഒരു സിഗരറ്റിനും കിട്ടൂല. എൻ്റെ പ്രണയത്തിന് പോലും ഈ ബീഡിയുടെ മണ. സേലം ജയിലിൽ അന്ന് നടന്ന വെടിവെപ്പിൽ 22 സഖാക്കൾ രക്തസാക്ഷികളായി. അതിൻ്റെ പ്രതികാരാഗ്നി നാടൊട്ടുക്കും പടർന്നതിൻ്റെ ആവേശത്തിൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞങ്ങൾ ചെങ്കൊടി നാട്ടി. അക്കാലത്ത് ഡേഞ്ചർ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന എന്നെ MSPക്കാർ നോട്ടമിട്ടതിനാൽ പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിവിൽ കഴിയാൻ വേണ്ടിയാണ് ഞാൻ ചിന്തമംഗലത്തെത്തുന്നത്. പാവപ്പെട്ട ബീഡി തൊഴിലാളികൾക്ക് കുറച്ച് വിവരം ഉണ്ടാവാനും പാർട്ടി ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാനും വേണ്ടി അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പത്രം വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ലഘുലേഖകൾ വായിക്കുക. ഇതൊക്കെയായിരുന്നു അന്ന് എന്നെ പാർട്ടി ഏൽപ്പിച്ച ചുമതല. സാധാരണക്കാരന് വിപ്ലവബോധം ഉണ്ടാക്കാൻ അന്ന് ഇതൊക്കെ അല്ലേ ഉള്ളൊരു വഴി. ഞാൻ ആ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കാമായിരുന്നു. ശോഭാറാം വിശ്വാസിന്റെ മകളെ ബലമായി കെട്ടിച്ചു. അക്കാലത്ത് ഞാൻ വായിച്ചു കൊടുത്ത ബംഗാളി സാഹിത്യത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകളായിരുന്നു ചിന്തമംഗലത്ത് ജനിച്ചു വീണ പല കുഞ്ഞുങ്ങൾക്കും. ബീഡി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ അന്നത്തെ തമ്പ്രാക്കന്മാരെ പോലെ തന്നെ ബീഡി കമ്പനി മുതലാളിമാരും വലിയ മോശം ഉണ്ടായിരുന്നില്ല. 1000 ബീഡിക്ക് അന്ന് 8 അണയായിരുന്നു ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി. അന്നത്തെ എൻ്റെ വാദ്യര് എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് അവർ ഓരോ കെട്ട് ബീഡി തരും. അത് കുറയാൻ വലിക്കും, കുറെ വിൽക്കും. എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ ശ്വാസം വലിച്ചതിനേക്കാൾ കൂടുതൽ ബീഡിയാ വലിച്ചതെന്ന്.